ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം വേണമെന്ന് ക്രിസ്ത്യൻ ചർച്ച് ഫെഡറേഷൻ യൂറോപ്യൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് യൂറോപ്യൻ രാജ്യങ്ങളോട് WCC ആവശ്യപ്പെട്ട പ്രധാനമായിരിക്കുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: മനുഷ്യത്വരഹിതമായിരിക്കുന്ന ഇത്തരം പ്രവൃത്തികളും ലോകത്തെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങളും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ 37 സംഘടനകൾക്ക് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. സന്നദ്ധ സഹായങ്ങൾ നൽകുന്ന സംഘടനക്കാണ് വിലക്കേർപ്പെടുത്തിയത്. അന്താരാഷ്ട്ര സംഘടനകളും UN ഏജൻസികളും ഉൾപ്പെടെ ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? ആരോടെയാണ് ഇവർ ആക്രോശിക്കുന്നത്? അപ്പോൾ നിയമത്തിന് വിധേയമാകുന്നതിന് അപ്പുറമായ രീതിയിൽ നിയമത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമീപന രീതികൾ ഏത് വിഭാഗം ഉണ്ടാക്കിയാലും അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അതിന് സമാധാന കഥകൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഇസ്രായേലിനോട് പകരം എന്ത് ചെയ്യണം? ആയുധ ഉപരോധം ഏർപ്പെടുത്തണമെന്നാണ്. അതിനെക്കുറിച്ചുള്ള വിശദീകരണം അവർ പറഞ്ഞിട്ടില്ല. ആയുധ ഉപരോധം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളോട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വിവക്ഷയായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. രണ്ട് തരത്തിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിശദീകരണത്തിൻ്റെ ഭാഗം ഇങ്ങനെ കാണുന്നു. ഒന്ന്, നിങ്ങൾ അവർക്ക് ആയുധം നൽകി നിങ്ങൾ അവരെ യുദ്ധം ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളിവിടെ യുദ്ധം അവസാനിപ്പിച്ചാൽ നിൽക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇസ്രായേൽ ആയുധം നിർമ്മിച്ചുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആയുധ ഉപരോധം പ്രതിരോധിക്കണം. അങ്ങനെ ആ സമയത്ത് പ്രശ്നങ്ങൾ തീർക്കാവുന്നേ ഉള്ളൂ. 2 വർഷമായിട്ട് ഓരോരോ ദിവസം ഇസ്രായേലിൽ ഫലസ്തീനുകൾ കൊല്ലപ്പെടാത്ത ഒരു ദിവസം പോലും ഈ രണ്ട് വർഷത്തിനിടയിൽ, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിലെത്തിയ ഇന്നത്തെ ദിവസം വരെ പറയാൻ ഈ ലോകത്തിനില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിങ്ങൾ അംഗീകരിക്കാതെ പോകരുത് എന്ന് കൂടി അവർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: മനുഷ്യരെ ഒരു ന്യായവുമില്ലാത്ത രീതിയിൽ വെടിവെച്ച് കൊല്ലുക, ലോകം നോക്കി നിൽക്കുക എന്നുള്ളതാണ്. അതിൽ പല രീതികളും അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം തടയുന്നു, മരുന്ന് തടയുന്നു, വസ്ത്രം തടയുന്നു, അവരുടെ താമസ സൗകര്യങ്ങൾ തടയുന്നു. കാലാവസ്ഥക്ക് വ്യതിയാനം ഉണ്ടാകുന്ന സമയത്ത് മൂടിപ്പൊതക്കാനുള്ള പുതപ്പ് പോലും തടയപ്പെടുക എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. നമ്മൾ 21ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യമുണ്ട് എന്ന് പറയുന്നത് അപമാനകരമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരെ പ്രതിരോധിക്കുക തന്നെ വേണം. ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ വിശദീകരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: വാസയോഗ്യമല്ലാത്ത ദേശമാക്കി ഗസയെ മാറ്റുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടിയുള്ള വലിയ ശ്രമങ്ങളാണ് നടത്തുന്നത്. അത് ഫലസ്തീനുകൾ തന്നെ പറയണം, ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളുമില്ല. ഒന്ന്, ഭക്ഷണമില്ല; രണ്ടാമത്തത് മരുന്നില്ല; പിന്നീട് ജീവിത സൗകര്യങ്ങൾക്ക്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളില്ല; വിദ്യാഭ്യാസ മേഖല സർവ്വം തകർന്നിരിക്കുന്നു. ഞങ്ങൾക്ക് ജീവിതോപാധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നിരിക്കെ ഞങ്ങൾ തന്നെ പറയണം, അതായത് ഗസക്കാർ തന്നെ പറയണം, ഇവിടെ വാസയോഗ്യമല്ല, ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം എന്ന് പറയുന്നിടത്തേക്ക് ഫലസ്തീനികളെ എത്തിക്കുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്നും അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നു. സൈനിക ആക്രമണം, അഹിംസ, ഭക്ഷ്യവസ്തുക്കൾ തടഞ്ഞു വെക്കൽ, ഇതൊക്കെ നെതന്യാഹുവിൻ്റെ ലക്ഷ്യമാണ്. ആ പ്രവൃത്തികൾ നിത്യേന ഇവിടെ തുടരുന്നു. എന്നാൽ ലോകം ഇത് കണ്ണും പൂട്ടി നിൽക്കുകയാണ്, പ്രതിരോധിക്കുന്നില്ല എന്ന് ചുരുക്കം. UN നിയമങ്ങൾക്കനുസരിച്ച് നടപടികൾ കൈക്കൊള്ളേണ്ട ആവശ്യം എപ്പോഴോ കഴിഞ്ഞിരിക്കുന്നു. ആയുധോപകരണ ട്രേഡ് കച്ചവടം നിർത്തൽ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. അവർ ശത്രുവിനെ അല്ല ആക്രമിക്കുന്നത്, സംരക്ഷിക്കേണ്ട മിത്രങ്ങളെ തന്നെയാണ്. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. അത് അവർ നിരന്തരം ലംഘിക്കുന്നു. അന്താരാഷ്ട്ര നിയമത്തെ പിന്തുടരുന്നതിന് പകരം അത് ലംഘിച്ചുകൊണ്ട് ലോകത്തെ വെല്ലുവിളിക്കുന്നു. ഇത്തരം പ്രവൃത്തികളൊക്കെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. ക്രിസ്ത്യൻ ചർച്ച് മിഷൻ വിഭാഗങ്ങളൊക്കെ സാധാരണഗതിയിൽ ഇത്തരം വിഷയങ്ങളൊന്നും ഇടപെട്ട് സംസാരിക്കില്ല. അവർ മതപരമായിരിക്കുന്ന കാര്യത്തിന് താല്പര്യം കാണിച്ചുകൊണ്ട് ആ രീതിയിലൂടെ നീങ്ങുന്ന വിഭാഗമാണ്. ഇപ്പോൾ അവരും കൂടി ഇടപെട്ടുകൊണ്ടാണ് ഈ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, അവരുടെ മതവിശ്വാസത്തിൻ്റെ, ദൈവപുത്രനുമായിട്ട് ബന്ധപ്പെട്ട യേശു ക്രിസ്തുവിൻ്റെ മർമ്മപ്രധാനമായിരിക്കുന്ന മേഖലയെല്ലാം ഇസ്രായേലെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അത് യേശു ജനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്ന ജെറുസലേം നഗരം അടക്കമുള്ള പ്രദേശങ്ങളെല്ലാം ഇസ്രായേലിൻ്റെ കൈവശത്തിലാണ്. ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള ഈ ദേശം യഥാർത്ഥത്തിൽ അതിൻ്റെ അവകാശികൾ ക്രിസ്ത്യാനിറ്റിയാണ്. അതിന് ഒരിക്കൽ പോലും യൂറോപ്യൻ രാജ്യങ്ങൾ അവകാശം പറയാറില്ല. അത് വലിയ പ്രയാസമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിക്കപ്പെട്ട പ്രദേശത്തേക്ക് ഒരു ക്രിസ്തു മത വിശ്വാസി പോകണമെങ്കിൽ വിസ എടുത്തിട്ട് ഇസ്രായേൽ സർക്കാരിൻ്റെ അനുമതിയോട് കൂടി പോകണം. അങ്ങനെ ഒരു നിർദ്ദേശം വെക്കാൻ തന്നെ പാടില്ല. ബ്രിട്ടീഷുകാർ 1948 ഇസ്രായേൽ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഈ പ്രദേശത്തെ ഒഴിവാക്കണമെന്ന് പല കോണിൽ നിന്നും ഈ വേൾഡ് കൗൺസിൽ ചർച്ചസ് എന്ന് പറയുന്ന അന്ന് പ്രവർത്തിച്ച വിഭാഗങ്ങൾ ആവശ്യപ്പെട്ടതാണ്.
നമ്മൾക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള ഭവിഷ്യത്തുകളും വിഷയങ്ങളും വരാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ദൈവപുത്രൻ്റെ ദേശത്തേക്ക് സന്ദർശിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യത്തിന് അനുമതി തേടുന്ന ഒരു സ്ഥിതിവിശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികളുള്ള ക്രിസ്തു മതവിശ്വാസികൾക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അത് അപമാനകരമായിരിക്കുന്ന കാര്യമാണ്. അതിലെന്ത് വിടുതി വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ഒരു സർവാധിപത്യം ഉണ്ടാക്കുക എന്നുള്ളത് മതപരമായിരിക്കുന്ന ഒരു രീതിയല്ല അന്ന് ബ്രിട്ടൻ നോക്കുന്നത്. പകരം അവർ നോക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ സർവാധിപത്യം ഇസ്രായേലിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കുന്ന ഒരു കാലം വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ ഉദ്ദേശം സാധ്യമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതോടുകൂടി ക്രിസ്ത്യാനികൾ കുടുങ്ങി എന്നുള്ളത് ചുരുക്കം. ഗസക്കകത്തുണ്ടായിരുന്ന 1500ഓളം ക്രിസ്തുമത വിശ്വാസികളെ ഇപ്പോൾ കാണാനില്ല എന്നൊരു പ്രസ്താവന ഞങ്ങൾ ഞെട്ടിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. കാര്യം എന്ന് പറയുന്നത് 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് നടത്തിയ സർവേ പ്രകാരം ഏകദേശം 1500ഓളം ക്രിസ്ത്യാനികൾ ഉണ്ട് എന്നാണ് അനുമാനം. ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി പോലും ഉള്ളതായിട്ടുള്ള റിപ്പോർട്ട് ഔദ്യോഗികപരമായിട്ട് പുറത്തു വന്നിട്ടില്ല. അതെല്ലാം ഇസ്രായേലികൾ കൊന്നുപോയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനുമാനം. മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ, അതായത് AD 4-ാം നൂറ്റാണ്ട് കാലത്തുണ്ടായിരുന്ന ഏറ്റവും പുണ്യമാക്കപ്പെട്ട 4ഓളം ക്രിസ്ത്യൻ ചർച്ചുകൾ ഇസ്രായേൽ ബോംബിട്ട് തകർക്കപ്പെട്ടു. സർവനാശം വിതക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ തങ്ങളുടെ മതവിശ്വാസ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾക്ക് നേരെ അവർ നൽകി. അവരിടുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇതിന് അമേരിക്കയും ബ്രിട്ടനും കൂട്ടുന്നു. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: നമ്മൾ നൽകിയ ആയുധങ്ങൾ, അതായത് അമേരിക്ക നൽകിയ ആയുധങ്ങൾ കൊണ്ടാണ്, അമേരിക്ക ഒരു ക്രിസ്ത്യൻ രാജ്യമാണ്, അപ്പോൾ അമേരിക്ക എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി നൽകിയിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ട് നമ്മളുടെ ചർച്ചുകൾ തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിന് ഒത്താശ ചെയ്തു കൊടുത്ത രാജ്യം കൂടിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിമർശനം. ഇത് എല്ലാ ഭാഗങ്ങളും ഈ പറയപ്പെട്ട ചർച്ചസ് വിഭാഗത്തിൻ്റെതായിരിക്കുന്ന റിപ്പോർട്ടായിട്ടല്ല വന്നത്. ചർച്ചസ് വിഭാഗം കുറഞ്ഞ ഭാഗങ്ങളാണ് പറഞ്ഞത്. അതായത് ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്തണം എന്നുള്ള കുറഞ്ഞ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതിൻ്റെ വിശദീകരണ കുറിപ്പിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ റിപ്പോർട്ടർ തയ്യാറാക്കിയിരിക്കുന്ന ഭാഗങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ അനുമാനങ്ങൾ. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നില്ല. ബിഷപ്പിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അദ്ദേഹം അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ സാമൂഹികപരമായ രീതിയിൽ അവിടെ ഏത് രീതിയിലേക്കാണ് അത് വ്യാഖ്യാനിക്കപ്പെടുക എന്ന് പറയാത്തത് കൊണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് എന്ന് പോലും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് 21-ാം നൂറ്റാണ്ടിൽ സർവ്വ മേഖലയും കീഴടക്കിക്കൊണ്ട് ശാസ്ത്രീയപരമായിരിക്കുന്ന വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന ഈ കാലത്തും ഈ ലോകത്തും നമ്മുടെ കൈപ്പടിയിൽ നിന്ന് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അറിയാൻ പാകത്തിൽ സംവിധാനം ഉള്ള ഒരു കാലത്താണ് മനുഷ്യനെ പട്ടിണി കിടത്തി കൊല്ലുന്നത്. കഴിഞ്ഞ ദിവസം ഗസയിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന പ്രസ്താവന പ്രകാരം തണുത്ത് വിറച്ച് ഒരു കുഞ്ഞ് മരണപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തണുത്ത് വിറക്കാൻ കമ്പിളിപ്പുതപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങൾ ഇല്ലാത്തതല്ല പ്രശ്നം. അത് റഫേയുടെ അതിർത്തി ഭാഗങ്ങളിൽ 4000-ൽ ചില്ലാനും വാഹനങ്ങൾ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു. അവർക്ക് അങ്ങോട്ട് പ്രവേശനാനുമതി നൽകിയിട്ട് ഈ വസ്ത്രങ്ങൾ അവർക്ക് നൽകാനുള്ള അനുമതിയാണ് ഇസ്രായേൽ നൽകേണ്ടത്. അത് നൽകാതിരിക്കുന്ന സമയത്ത് അത് നൽകണമെന്ന് ഉറക്കെ പറയേണ്ട രാജ്യങ്ങൾ മൗനം പാലിക്കുകയും ഇസ്രായേലിന് അനുകൂലമായിരിക്കും നിലപാടെടുക്കുകയും ചെയ്യുന്നു. ഈ രീതിയാണ് വിമർശിക്കപ്പെടുന്നത് എന്ന് ചുരുക്കം. എന്ന് പറഞ്ഞാൽ ഗസയിൽ നിന്ന് പാലസ്തീനികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാനുഷികപരമായിരിക്കുന്ന ക്രൂരത ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. സംരക്ഷണം ഒരുക്കേണ്ട ആളുകൾ ഭീകരവാദികളാകുന്ന ഒരു പ്രവണത ഗസക്കകത്ത് കണ്ടുവരുന്നു എന്ന് ചുരുക്കം. ഇപ്പോഴും ഹമാസിനോട് നിരായുധീകരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പാലസ്തീനികൾക്ക് ഭക്ഷണം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇസ്രായേൽ പറയുന്നില്ല. അവർക്ക് മരുന്നില്ലാത്ത കാരണത്താൽ ഇപ്പോഴും ആശുപത്രിയിൽ പ്രവർത്തനമില്ലാത്ത ആശുപത്രികൾ ഒരുപാടാണ്. ഇസ്രായേൽ വെടിവെക്കുന്ന സമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ, ജീവൻ ഉണ്ടെങ്കിൽ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ അതിന് ചികിത്സ നൽകാൻ അതിൻ്റെ സംവിധാന കാര്യങ്ങൾ അവിടെ വേണം. അത് ആദ്യഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്രായേൽ അത് ഇല്ലാതാക്കിയതിന് ശേഷമാണ് ആക്രമണം നടത്തുന്നത്. ഏറ്റവും ക്രൂരമായിരിക്കുന്ന പൈശാചികമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്തതും ചെയ്യാത്തതുമായിരിക്കുന്ന പ്രവൃത്തികൾ നിരന്തരം ഇസ്രായേൽ ഗസക്കാരോട് ചെയ്യുന്നുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ അതിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 29-ാം തീയതി ന്യൂയോർക്കിൽ വെച്ച് നടന്നിരിക്കുന്ന ചർച്ച 2ാം ഘട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പൂർണ്ണ രീതിയിലുള്ള
നിലപാടുണ്ടാകും, വിരാമം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചർച്ച ആരംഭിച്ചത്. എന്നാൽ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഗസയെക്കുറിച്ച് സംസാരിച്ച പോലുമില്ല. ഗസയിൽ എങ്ങനെ നിരായുധീകരണം നടത്താൻ പറ്റും, ഹമാസിനെ ഇല്ലാതാക്കാൻ പറ്റും എന്ന് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ആ പട്ടിണി കിടക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കാൻ പറ്റും, അതിലെ സംവിധാനങ്ങൾ എങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇങ്ങോട്ടോ പറഞ്ഞതായിരിക്കുന്ന ഒരു വിവരം പുറത്തു വന്നില്ല. അവർ പറയുന്നു ഇറാനിൽ നമുക്ക് എങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, ഇറാനിലെ ഭരണ സംവിധാനത്തെ എങ്ങനെ മാറ്റാൻ വേണ്ടി പറ്റും, അതാണ് ചർച്ച. അവർക്ക് രണ്ട് രാജ്യങ്ങൾക്കും ഭീഷണിയായിട്ട് നിലനിൽക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ ആണ് എന്നതിനാൽ ഇറാൻ്റെ സൈനികപരമായിരിക്കുന്ന ബലവും ശക്തിയും ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് മാത്രം ചർച്ച അവസാനിപ്പിച്ചുകൊണ്ട് അവർ കട്ടൻ കുടിച്ച് പിരിഞ്ഞു എന്നതല്ലാതെ ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടും സൂചിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ക്രിസ്ത്യൻ മിഷണറിമാർ പോലും ഉണർന്ന് ഇപ്പോൾ അഭിപ്രായം പറയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ വംശം ഇല്ലാതാകുന്നു, ഗസയിൽ ഏറെക്കുറെ ഇല്ലാതായി എന്നുള്ളതാണ്. അവിടെ ഒരു ക്രിസ്ത്യാനിറ്റിയെ പോലും കാണുന്നില്ല എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി വലിയ ആകാംക്ഷ ഉണ്ടായിട്ടുണ്ട് ക്രിസ്തു വിഭാഗങ്ങൾക്കിടയിൽ.